1968 റവന്യൂ റിക്കവറി നിയമത്തിൽ ഒരുപക്ഷെ അത് രൂപീകരിച്ചതിന് ശേഷമുള്ള ഏറ്റവും ചരിത്ര പ്രാധാന്യമായിട്ടുള്ള കുടിശ്ശികക്കാരൻ ഏറ്റവും ഗുണം ചെയ്യുന്ന അവനെ ഏറ്റവും സാധാരണക്കാരനായ മനുഷ്യനെ എല്ലാ വിധത്തിലും സഹായിക്കാൻ കഴിയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ സാധാരണ മനുഷ്യനോടുള്ള വിധേയത്വം തികച്ചും പ്രഖ്യാപിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ഭേദഗതിയാണ് സാർ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. 1968 റവന്യൂ റിക്കവറി നിയമം ഒരു സോഷ്യൽ ലെജിസ്ലേഷനോ ഒരു വെൽഫെയർ ലെജിസ്ലേഷനോ അല്ല സാർ. നികുതി കുടിശ്ശികയും വായ്പാ കുടിശ്ശികയും ഭൂമിയിൽ നിന്നുള്ള പൊതു കുടിശ്ശികയായി കണക്കാക്കി ഈടാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമമാണ്. അതുകൊണ്ട് തന്നെ തുക ഈടാക്കി കിട്ടാൻ സർക്കാരിനും വായ്പ നൽകിയ സ്ഥാപനങ്ങൾക്കും പ്രയോജനപ്പെടുത്തുന്ന വ്യവസ്ഥകളാണ് നിയമത്തിൽ പൊതുവായി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ കുടിശ്ശികക്കാരായി മാറുന്നത് എന്നതുകൊണ്ട് തന്നെ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് ഇപ്പോൾ ഈ നിയമത്തിൽ ഭേദഗതി വരുത്താൻ വേണ്ടി തീരുമാനിച്ചത്. സർ, 1968 ഈ ഭേദഗതി ഈ നിയമം 2 ഘട്ടങ്ങളിൽ കേരളത്തിൻ്റെ നിയമസഭ ഭേദഗതി ചെയ്തിട്ടുണ്ട്. ഒന്ന് 1985 മറ്റൊന്ന് 2007 സാർ, ആദ്യത്തെ ഘട്ടത്തിൽ 774 വകുപ്പുകളിലെ ഭേദഗതി വീഴ്ചക്കാരന് കുടിശ്ശിക കാണിക്കുന്ന ഡിമാൻഡ് നോട്ടീസിൻ്റെ പകർപ്പ് കൈമാറണം എന്ന വ്യവസ്ഥ ആയിരുന്നു. സാർ, 2007 സാധാരണ നിലയിൽ ഡിമാൻഡ് സ്ഥാപനങ്ങളുടെ ഹെഡ്ക്വാർട്ടേഴ്സ് തിരുവനന്തപുരമായതുകൊണ്ട് എല്ലാ ഇത്തരം പരാതികളും തിരുവനന്തപുരത്തെ കളക്ടർക്ക് ലഭ്യമാകുന്നത് ചില വ്യവസ്ഥ പ്രകാരമുള്ള അധികാര സ്ഥാപനങ്ങൾക്ക് തന്നെ. സാർ, ഇവിടെ നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ ജനപ്രതിനിധികളെല്ലാം ഉപയോഗപ്പെടുത്തിയിരുന്നത് പോലെ നിയമത്തിൽ വ്യവസ്ഥയില്ലാതിരുന്നിട്ട് കൂടി കുടിശ്ശികക്കാരനായിട്ടുള്ള സാധാരണക്കാരന് ഗഡുക്കൾ കൊടുക്കാനുള്ള നടപടി കേരളത്തിലെ ഗവൺമെൻറ് നടത്തി വരവേ ഇങ്ങനെ ഗഡുക്കൾ കൊടുക്കാൻ നിയമത്തിൽ വ്യവസ്ഥയില്ല എന്ന് കാണിച്ച് കുടിശ്ശിക ഗഡുക്കളായി കൊടുക്കാൻ പാടില്ല എന്ന് വിധിച്ചുകൊണ്ട് കോടതി നടത്തിയ ഒരു അഭിപ്രായ പ്രകടനത്തിൻ്റെ ഘട്ടത്തിലാണ് ഈ ഭേദഗതിയെക്കുറിച്ച് ആലോചിക്കുന്നത്. പക്ഷേ ഈ ഭേദഗതി ആലോചിച്ച് വരുമ്പോൾ കേവലം ഭേദഗതി കേരളത്തിലെ ഗവൺമെൻറ്റിന് പുതിയതായി രൂപപ്പെടുത്തിയ 83A മുതൽ D വരെയുള്ള വകുപ്പുകളിൽ കുടിശ്ശിക ഗഡുക്കളായി നൽകാനും മൊറട്ടോറിയം പ്രഖ്യാപിക്കാനും ഉൾപ്പെടെയുള്ള വ്യവസ്ഥകൾ മാത്രമായി പോകരുത് എന്ന് കരുതി അടിമുടി ഈ വകുപ്പ് കുടിശ്ശികക്കാരനായ ഒരു സാധാരണക്കാരന് കൂടി സഹായകരമാകുന്ന വിധത്തിലുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഭേദഗതി ബില്ല് അവതരിപ്പിച്ചിട്ടുള്ളത്. സാർ, ഈ ചർച്ചയിൽ പങ്കെടുത്ത വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയ 2 MLAമാരും ഞങ്ങളുടെ റവന്യൂ സബ്ജക്റ്റ് കമ്മിറ്റിയിൽ ഏറ്റവും പ്രമുഖരായിട്ടുള്ള അംഗങ്ങളാണ്. സാർ, റവന്യൂ സബ്ജക്റ്റ് കമ്മിറ്റിയിൽ, റവന്യൂ ദേവസ്വം സബ്ജക്റ്റ് കമ്മിറ്റിയിൽ ആ കമ്മിറ്റിയിൽ അംഗങ്ങൾ എല്ലാവരും രാഷ്ട്രീയത്തിന് അതീതമായി നല്ല വിധത്തിലുള്ള പിന്തുണയും നൽകുന്നുണ്ട്. ഈ ചർച്ചയിൽ പങ്കെടുത്ത 4 പേരും ഒരുപോലെ അംഗീകരിച്ച ഒരു കാര്യം, വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയവർ പോലും അവരുടെ വിയോജനക്കുറിപ്പിൻ്റെ ആദ്യ വരിയായി ഇവിടെ രേഖപ്പെടുത്തിയ കാര്യം, ഇതിനകത്ത് പലിശ കുറയ്ക്കാൻ ഉൾപ്പെടെ നടത്തിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും വ്യവസ്ഥകളും തീർച്ചയായിട്ടും വളരെ അഭിമാനകരമാണെന്നും അത് അംഗീകരിക്കുന്നു എന്നുമാണ്. സാർ, വിയോജനക്കുറിപ്പ് അവതരിപ്പിച്ചവർ പോലും ചില സാങ്കേതിക പ്രശ്നങ്ങൾ തർക്കത്തിന് വേണ്ടി ചൂണ്ടിക്കാണിച്ചതൊഴിച്ചാൽ ഈ ബില്ലിനെ സർവാത്മന സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഈ ഭേദഗതി കേരളത്തിൻ്റെ നിയമസഭയിൽ പൊതുവായ അംഗീകാരത്തിന് വിധേയമാക്കാം എന്നാണ്. സാർ, തർക്കമുന്നയിച്ച വിയോജനക്കുറിപ്പ് എഴുതിയ പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായി സൂചിപ്പിക്കാൻ ഞാൻ സമയമെടുക്കുന്നില്ലെങ്കിലും പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങൾ ഇവിടെ പറയേണ്ടതുണ്ട്. അതിലൊന്ന്, ഭൂമി ബോട്ടിൽ ലാൻഡായി ഏറ്റെടുത്ത് 5 വർഷക്കാലം കഴിയുന്നതിനിടയിൽ വായ്പക്കാരൻ മരണപ്പെട്ടാൽ പണമടച്ചു ഭൂമി തിരിച്ചെടുക്കാൻ അനന്തരാവകാശിക്ക് അവകാശമില്ല എന്നതാണ്. സാർ, യഥാർത്ഥത്തിൽ സർക്കാരും സ്ഥാപനങ്ങളും ഭൂമി ബോട്ടിൽ ലാൻഡായിട്ട് മാറ്റുമ്പോൾ ഒരു കണ്ടീഷണൽ ട്രാൻസ്ഫർ മാത്രമാണ് നടക്കുന്നത്. അതായത് മദർ ആക്ട് തിരിച്ചു കൊടുക്കാൻ വ്യവസ്ഥയില്ല എന്ന് പറയുന്നിടത്ത് പുതിയ ഭേദഗതിയിലൂടെ കുടിശ്ശികക്കാരൻ 5 വർഷത്തിനുള്ളിൽ പണമടച്ചാൽ അത് തിരിച്ചെടുക്കാമെന്നും 5 വർഷത്തിനുള്ളിൽ പണം ഒടുക്കിയില്ലെങ്കിൽ മാത്രമേ സെയിൽ അബ്സല്യൂട്ട് ആവുകയുള്ളൂ എന്ന് നിർദ്ദേശിക്കുന്ന ഒന്നാണിത്. കുടിശ്ശികക്കാരൻ്റെ ഭൂമിയിലുള്ള അവകാശം റൈറ്റ് ഇൻ ലാൻഡ് ആക്കിയാലും അവിടെ ബോട്ടിൻ ലാൻഡ് ആക്കിയാലും അവിടെ നിലനിൽക്കുകയാണ്. സാർ, യഥാർത്ഥത്തിൽ കൊച്ചുനാരായണൻ വേഴ്സസ് ജാനകിയമ്മ എന്ന കേസ് വളരെ ക്ലിയറായി പറയുന്നുണ്ട്,
ലീഗൽ ഹയർ ഇൻ ലോ കണ്ടിന്യൂസ് ദ പേഴ്സൺ ഓഫ് ദ ഡിസീസ്. ഇതാണ് യഥാർത്ഥത്തിൽ സെറ്റിൽഡ് ആയിട്ടുള്ള പൊസിഷൻ. സാർ, ഇതനുസരിച്ചൊരു വ്യക്തിക്ക് ഭൂമിയിലുള്ള അവകാശം അയാളുടെ കാലശേഷം ലീഗൽ ഹയേഴ്സിന് ലഭിക്കും എന്ന് മാത്രമല്ല, കുടിശ്ശിക അടച്ച് ഭൂമി ഏറ്റെടുത്താൽ പിന്തുടർച്ചാവകാശികൾക്കും ഇതിൻ്റെ അവകാശം ഉണ്ടായിരിക്കും. സാർ, എങ്കിലും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഈ അവതരണ വേളയിൽ തന്നെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ, സഭയിൽ അംഗങ്ങൾ അങ്ങനെ ചില സംശയങ്ങൾ രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ ഇൻ്റൻഷൻ ഓഫ് ലെജിസ്ലേച്ചർ എന്താണ് എന്ന് വ്യക്തമാക്കാൻ കഴിയുന്ന വിധത്തിൽ 50A വകുപ്പിൻ്റെ കീഴിൽ അത്തരമൊരു ഔദ്യോഗിക ഭേദഗതി ഗവൺമെൻറ് കൊണ്ടുവരണം എന്നാഗ്രഹിക്കുന്നുണ്ട്. സാർ, പൂർണ്ണമായും തുക ഒടുക്കി ബോർഡ് ലാൻഡാക്കി 5 വർഷത്തിനുള്ളിൽ തിരിച്ചില്ല എങ്കിൽ ഒടുക്കിയ തുകയ്ക്ക് ആനുപാതികമായ ഭൂമി തിരികെ നൽകണം എന്ന ഒരു പ്രപ്പോസൽ ഇവിടെ വരികയുണ്ടായി. സാർ, 50A വകുപ്പിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കിയാൽ ഈ വിയോജനം നിലനിൽക്കില്ല. ബോട്ടിൽ ലാൻഡ് വഴി കൈമാറ്റപ്പെട്ട ഭൂമി തിരിച്ചു ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള വ്യവസ്ഥയാണിത്. ഭൂമി തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി കുടിശ്ശികയും പലിശയും അടയ്ക്കാൻ അനുവദിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ ഭാഗികമായി തുക അടയ്ക്കുക എന്നൊന്ന് ആക്ടുമായി ബന്ധപ്പെട്ട് നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം. സാർ, ഇവിടെ ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സർക്കാർ കാര്യങ്ങളിൽ 1% അല്ല കളക്ഷൻ ചാർജ്. 71 പ്രകാരം രൂപീകരിക്കപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളിൽ 1% ചാർജ് ഈടാക്കുമ്പോൾ സർക്കാർ വകുപ്പുകളിൽ അങ്ങനെയല്ല ചാർജ് ഈടാക്കുന്നത് എന്ന ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കപ്പെടാൻ ഇടയായി. സാർ, ഈ ആക്റ്റിൽ വളരെ കൃത്യമായി മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഭേദഗതിയിൽ കൃത്യമായി മെൻഷൻ ചെയ്തിട്ടുണ്ട്, സർക്കാർ നിഷ്കർഷിക്കുന്ന നിരക്കിൽ ഈ ചാർജുകൾ ഈടാക്കാം എന്നാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഒരു വ്യവസ്ഥ. സർക്കാർ നിഷ്കർഷിക്കുന്ന നിരക്കിൽ പിന്നെ ഈടാക്കാം എന്ന് പറഞ്ഞാൽ ആസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ അങ്ങേക്ക് അറിയാവുന്നതുപോലെ പിന്നീട് ചട്ടങ്ങൾ രൂപീകരിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം ഈടാക്കേണ്ട ശതമാനം എന്ന് നിശ്ചയിക്കാനുള്ള അവകാശമാണ്. നിയമത്തിൽ അതിനെക്കുറിച്ച് പ്രത്യേകമായൊരു ശതമാനവും ഇപ്പോൾ വിവരിച്ചിട്ടില്ല ഈ ഭേദഗതിയിൽ. അതുകൊണ്ട് ചട്ടം രൂപീകരിക്കുന്ന കാര്യത്തിൽ ഈ കാര്യം വിശദമായ പരിശോധനയ്ക്ക് ശേഷം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും എന്നാണ് എൻ്റെ ധാരണ. സാർ, 9% വളരെ പ്രസക്തമായിട്ടുള്ള ഒരു പ്രശ്നമാണ് 6ാമത്തെ വകുപ്പ് പ്രകാരം ഇവിടെ ഉന്നയിച്ചിട്ടുള്ളത്. സാധാരണ നിലയിൽ 9% എന്നതിനു പകരം 12% പലിശ ഈടാക്കാനാണ് സാർ വകുപ്പുള്ളത്. എന്നാൽ ഈ ഭേദഗതിയിലൂടെ സാധാരണക്കാരായ ആളുകളെ കണ്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് 9% ചുരുക്കാൻ മാത്രമല്ല, ആ 71ാം വകുപ്പിൽ പ്രകാരമുള്ള സ്ഥാപനങ്ങളുമായി കക്ഷി കരാറുണ്ടാക്കുന്ന നേരത്ത് 9ൽ താഴെയാണെങ്കിൽ ആ കരാറുണ്ടാക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് സാർ? 9% അധികമാണ് കരാറുണ്ടാക്കിയതെങ്കിൽ അത് നിലനിൽക്കില്ലെന്നും 9% കൂടുതൽ അനുവദിക്കില്ല എന്നും തന്നെ കർശനമായി തീരുമാനിക്കുന്ന വിധത്തിലാണ് ഈ സാധനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്. സാർ, ചില ആളുകൾ ഇവിടെ സൂചിപ്പിച്ചു, നമുക്ക് ഗ്രാമങ്ങളിൽ 1 ഏക്കർ വരെ, നഗരങ്ങളിൽ ചില കാർഷിക ഭൂമികൾ, കിടപ്പാടം മാത്രമുള്ളവർ, ഇവരെല്ലാം നടപടികളിൽ നിന്ന് ഒഴിവാക്കണം. ഇത് സർക്കാരിന് ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല സാർ. 5 സെന്റ് ഭൂമി ജപ്തി ചെയ്യാൻ അവകാശമില്ല എന്നങ്ങ് പ്രഖ്യാപിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? 5 സെന്റ് ഭൂമിക്ക് നാളെ 71ാം വകുപ്പിൽപ്പെടുന്ന ഒരു സ്ഥാപനവും ലോൺ കൊടുക്കില്ല, ഒരവകാശവും ലഭ്യമാക്കില്ല. നേരത്തെ ഒരു ആക്റ്റിൽ നമ്മൾ ഇത്ര ഭൂമിയുള്ളവനോ കൃഷിഭൂമിയുള്ളവനോ അവൻ്റെ പണയം വെച്ച ഭൂമിയിന്മേൽ ഏതെങ്കിലും വിധത്തിലുള്ള ജപ്തി നടപടികൾ നടത്താനാകില്ല എന്ന് പ്രഖ്യാപിച്ചാൽ എന്തായിരിക്കും സ്ഥിതി സാർ? അതിൻ്റെ സ്ഥിതി പിന്നീട് ഈ വിഭാഗത്തിൽപ്പെടുന്ന ആർക്കും ലോൺ കൊടുക്കില്ല എന്ന് തീരുമാനിക്കുന്നതിന് വിധേയമായിരിക്കും സാർ. എന്ന് മാത്രമല്ല, സർഫാസി ആക്റ്റിൽ കൃഷിഭൂമി ജപ്തിക്ക് വിധേയമല്ല എന്ന വ്യവസ്ഥയുള്ളത് മൂലം കർഷകർക്ക് ബാങ്കുകൾ വായ്പ നൽകാതിരുന്ന സാഹചര്യവും നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് സാർ. അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ എന്ന RR ആക്റ്റിലെ തുടർ നടപടികൾക്ക് ഒരുപക്ഷെ ഈ സാധാരണക്കാരെ വിധേയരാക്കേണ്ടി വരും എന്ന പ്രശ്നം കൂടി നിൽക്കുകയാണ് സാർ. ആ ഘട്ടത്തിൽ ഇത്തരമൊരു നടപടി സ്വീകരിച്ചാൽ അത് സാധാരണക്കാരായ മനുഷ്യർക്ക് ലോൺ ലഭിക്കാൻ അപകടം ചെയ്യുകയല്ലാതെ മറ്റൊന്നും ഉണ്ടാകില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം സാർ. ലിമിറ്റേഷൻ ആക്ട് പ്രകാരം കാലാവധി കഴിഞ്ഞ തുക ഈടാക്കുന്നതിനുള്ള കാലപരിധി സംബന്ധിച്ച് വ്യക്തത വരുത്തണം എന്നൊരാവശ്യം ഇവിടെ ഉന്നയിക്കുകയുണ്ടായി സാർ. റവന്യൂ റിക്കവറി ആക്ട് ഒരു പ്രൊസീജിയർ ലോ ആണ് സാർ, ഇതൊരു സബ്സ്റ്റാൻസീവ് ലോ അല്ല. പ്രത്യേകിച്ച് ഒരു RR ആക്ട് വഴി പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു അവകാശം നമുക്ക് സിദ്ധിക്കുകയും ചെയ്യില്ല, ഒരവകാശം സൃഷ്ടിക്കാനുമാകില്ല സാർ. നിലവിലുള്ള ലിമിറ്റേഷൻ ആക്ട് RR നടപടികൾക്കും ബാധകമാകും എന്ന് മാത്രമല്ല സാർ, നമുക്കിതിനൊരു ലിമിറ്റേഷൻ വേണ്ടേ? എൻഡ് ഓഫ് ദ ലിറ്റിഗേഷൻ എവിടെ എന്ന ആശയം നമ്മുടെ മുമ്പിലേക്ക് വരില്ലേ സാർ?
സാധാരണ നിലയിൽ ലിമിറ്റേഷൻ ആക്ട് പ്രകാരം 3 വർഷം പൊതുസ്ഥാപനങ്ങൾക്ക് 71 പറയുന്ന വിധത്തിലുള്ള പൊതുസ്ഥാപനങ്ങൾക്ക് എന്നുള്ളത് കൂടുതൽ നൽകിയാൽ എന്താകും സാർ സ്ഥിതി? സാധാരണ നിലയിൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരം ഒരു ലിമിറ്റേഷൻ ഇല്ലേ? അതുപോലെ ഒരു ലിമിറ്റേഷൻ ഇക്കാര്യത്തിൽ ഉപയോഗിക്കുന്നു. നേരത്തെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇവിടെ ഉന്നയിച്ചതനുസരിച്ച് കല്യാണിക്കുട്ടി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള നല്ലതുപോലെ നമ്മൾ പരിശോധിച്ചു. ഇപ്പോൾ ഒരു ലാർജർ ബെഞ്ചിൻ്റെ മുമ്പിലേക്ക് അത് പോയിരിക്കുകയാണ്. സാധാരണ നിലയിൽ സുപ്രീം കോടതി വായ്പ ഈടാക്കുന്നതിനെ സംബന്ധിച്ച് കല്യാണിക്കുട്ടി കേസിൽ ഇപ്പോൾ തന്നെ ഒരു അഭിപ്രായ പ്രകടനം നൽകിയിട്ടുണ്ട്. അത് ലാർജർ ബെഞ്ചിൻ്റെ പരിഗണനയിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് 69-ാം വകുപ്പിൽ കൊണ്ടുവന്നിട്ടുള്ള ഭേദഗതിയിൽ മാത്രമാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു ജില്ലയിൽ, തൃശ്ശൂർ ജില്ലയിൽ പാലക്കാട് ജില്ലയുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനത്തിൻ്റെ കുടിശ്ശിക വന്നാൽ ലിമിറ്റേഷൻ്റെ കാലാവധി വരെ അതവിടെ വെച്ച് ലിമിറ്റേഷൻ്റെ കാലാവധി കഴിയുമ്പോൾ കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇത് അനന്തമായി നീണ്ടുപോകുന്ന ഒരു പ്രശ്നം ഉദ്യോഗസ്ഥ തലത്തിലെ ചില പ്രയാസങ്ങൾ മൂലമുണ്ട്. അതിനൊരു പരിഹാരം കാണുക എന്നുള്ള നിലയിലാണ് 69-ാം വകുപ്പിൽ ഉൾക്കൊണ്ടുവന്നിട്ടുള്ള ഭേദഗതിയിൽ മറ്റൊരു ജില്ലയിലാണ് സ്ഥാവര വസ്തു സ്ഥിതി ചെയ്യുന്നതെങ്കിൽ കുടിശ്ശിക തുക കാലഹരണപ്പെടുന്നതിന് മുമ്പ് തന്നെ കുടിശ്ശിക സംബന്ധിച്ച സർട്ടിഫിക്കറ്റ് പ്രസ്തുത ജില്ലയിലെ കളക്ടർക്ക് അയച്ചു കൊടുക്കണം എന്ന വ്യവസ്ഥ രേഖപ്പെടുത്താൻ കാരണം പലപ്പോഴും കാലപരിധി കഴിഞ്ഞാണ് ഈ സർട്ടിഫിക്കറ്റ് അയക്കുന്നത് എന്നുള്ളത് കൊണ്ട് റവന്യൂ റിക്കവറി നടപടികൾ തുടരാൻ പറ്റാത്ത സാഹചര്യം ഈ വ്യവസ്ഥയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാർ, ഇവിടെ ഉന്നയിക്കപ്പെട്ട വിയോജനക്കുറിപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഞാനിവിടെ പറയാനുള്ള ഒരു കാരണം സാധാരണ നിലയിൽ നിന്ന് വ്യത്യസ്തമായി സാധാരണ ജനങ്ങളുടെ ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ കഴിയുന്നൊരു കാഴ്ചപ്പാടോടെയാണ് ഈ ഭേദഗതി ബില്ല് ഇവിടെ അവതരിപ്പിക്കാൻ ഇടയായത് എന്നുള്ളത് കൊണ്ടാണ്. സാർ, സർഫാസി ആക്ട് നമ്മുടെ തലയ്ക്കുമീതെ 2002 കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ച ഒരു വാളായി നിലനിൽക്കുകയാണ്. 3 ഗഡുക്കൾ തുടർച്ചയായി വീഴ്ച വരുത്തിയാൽ വസ്തുവിൽ നോട്ടീസ് പതിച്ചു ബാങ്കിന് നേരിട്ട് തന്നെ ഭൂമി പിടിച്ചെടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു നിയമം. സാർ, 1 ലക്ഷം രൂപയിൽ കൂടുതലുള്ള ബാധ്യതയ്ക്കാണ് സർഫാസി ആക്ട് ബാധകമാകുന്നത്. ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകി അവിടെ നിന്ന് ചുമതലപ്പെടുത്തുന്ന കമ്മീഷണറുടെ ചുമതലയിൽ ജപ്തി നടപടികൾ നടക്കുമ്പോൾ ഒരുപക്ഷെ ഡിഫോൾട്ടറായിട്ടുള്ള ഈ പാവപ്പെട്ട കുടിശ്ശികക്കാരൻ ഇതറിയുക പോലും ചെയ്യുന്നില്ല. സാർ, സർഫാസി ആക്ടിൽ ഒരു ഡെപ്റ്റ് റിലീഫ് ട്രിബ്യൂണലിൽ അപ്പീൽ നൽകാം എന്ന വ്യവസ്ഥയുണ്ടെങ്കിലും അങ്ങനെ അപ്പീൽ നൽകാൻ ഒരു സാധാരണക്കാരന് സാധിക്കുമോ സാർ? അങ്ങനെ ഈ പറയപ്പെടുന്നത് വിധത്തിൽ ഡെപ്റ്റ് റിലീഫ് ട്രിബ്യൂണലിൽ അപേക്ഷ നൽകണമെങ്കിൽ 50% തുകയെങ്കിലും അഡ്വാൻസായി നൽകിയാൽ മാത്രമേ അപ്പീൽ പോലും സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. ഈ ഘട്ടത്തിലാണ് കേരളത്തിലെ റവന്യൂ റിക്കവറി ആക്ട് 1968 മൂന്നാമത് നടത്തുന്ന ഈ ഭേദഗതി ചരിത്ര ഭേദഗതിയായി മാറാനുള്ള എല്ലാ വിധത്തിലുള്ള സംവിധാനങ്ങളും ചെയ്ത് കേരളത്തിലെ സാധാരണക്കാരന് ഭേദഗതിയിൽ ഗുണം ലഭ്യമാകുന്ന വിധത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകുന്നത്. സാർ, 3-4 കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വർത്തമാനം അവസാനിപ്പിക്കും. സാർ, 6-ലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭേദഗതി, ഒരാൾ അയാളുടെ കുടിശ്ശിക വരുത്തുന്ന ഘട്ടത്തിൽ റവന്യൂ റിക്കവറി നടപടികൾ ആരംഭിക്കുന്ന ഘട്ടത്തിൽ ആദ്യത്തെ പ്രശ്നം അയാൾ അടയ്ക്കേണ്ട പലിശയാണ്. സാർ, പലപ്പോഴും വലിയ പ്രയാസം 3 വർഷക്കാലത്തിനിടയിൽ അനുഭവിക്കപ്പെട്ട ഒരു റവന്യൂ വകുപ്പ് മന്ത്രിയാണ് ഞാൻ മാത്രമല്ല, എൻ്റെ മുമ്പിലിരുന്ന ഏത് രാഷ്ട്രീയ വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും റവന്യൂ റിക്കവറിയുടെ ഭാഗമായി നമ്മുടെ മുമ്പിലേക്ക് ഗഡുക്കൾ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വരുന്ന പല വിധത്തിലുള്ള മാനസികാവസ്ഥയിൽ കാണാൻ കഴിയുന്നുണ്ട്. സാർ, പലരും പറയും പിഴ പലിശ ഒഴിവാക്കി കൊടുക്കണം, പലരും പറയും പിഴ ഒഴിവാക്കി കൊടുക്കണം, ചിലർ പറയും കുറച്ച് പണം കുറച്ചാൽ ഞങ്ങൾക്ക് അടയ്ക്കാം, ചിലർ പറയും സാർ ഈ പണമല്ലാതെ ഒന്നും അടയ്ക്കാൻ ഞങ്ങളുടെ കയ്യിൽ ഒരു സ്ഥിതിയുമില്ല. അവരുടെ വികാരങ്ങളും അവരുടെ വിചാരങ്ങളും മനുഷ്യനെന്ന നിലയിൽ കാണുമ്പോൾ അനുഭവിക്കുന്ന തീവ്രമായ വികാരങ്ങൾ ഈ സഭയ്ക്ക് ബോധ്യപ്പെടും എന്നാണ് ഞാൻ കരുതുന്നത്. സാർ, 12% പലിശയിൽ നിന്ന് 9% പലിശയിലേക്ക് കുറയ്ക്കണം എന്ന ധീരമായ നിലപാട് റവന്യൂ റിക്കവറി ആക്ടിൻ്റെ ഭാഗമായി 6-ാമത്തെ വകുപ്പിലെടുക്കാൻ ഈ ഗവൺമെൻറ് കാണിക്കുമ്പോൾ 9% കൂടുതൽ കരാറുണ്ടാക്കിയാൽ എന്ത് ചെയ്യും എന്നൊരു ചോദ്യത്തിന് ഒരർത്ഥവുമില്ല. ബന്ധപ്പെട്ട നിയമം അറിയുന്ന ആളുകൾക്കറിയാം, റവന്യൂ റിക്കവറി പ്രകാരം സർക്കാരിനോ സർക്കാരിൻ്റെ സ്ഥാപനങ്ങൾക്കോ വകുപ്പിലെ 71-ാം ആക്ട് പ്രകാരം രേഖപ്പെടുത്തിയിട്ടുള്ള സ്ഥാപനങ്ങൾക്കോ റവന്യൂ റിക്കവറിയിലൂടെ പണം തിരിച്ചു കൊടുക്കണമെങ്കിൽ 9% കൂടുതൽ പലിശ ഈടാക്കാൻ ആരെയും അനുവദിക്കില്ല എന്ന കർശനമായ നിയമമാണ് സാർ ഞാൻ പ്രതീക്ഷിക്കുന്നത് പോലെ ഏകകണ്ഠമായി നമ്മുടെ സഭ പാസ്സാക്കുമെന്ന പ്രതീക്ഷയോടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത്.
സാർ സെക്ഷൻ 12 ഭേദഗതി ഈലെല്ലാം കൂടി ഉൾപ്പെടുന്ന നിർദ്ദേശ നോട്ടീസിൽ പ്രസിദ്ധീകരിക്കണം എന്നാണ്. സാർ, ബഹുമാനപ്പെട്ട അംഗം ശ്രീ എച്ച് സലാമും അതുപോലെ തന്നെ ശ്രീ പ്രസേനൻ MLA യും ഇവിടെ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ഈ വകുപ്പിലെ തന്നെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള 2 ഭേദഗതികളാണ് സാർ 36-ാം വകുപ്പിലും 44-ാം വകുപ്പിലും ഇതിലൂടെ തീരുമാനിക്കാൻ വേണ്ടി നിശ്ചയിച്ചൊരു കാര്യം. സാർ, 36-ാം വകുപ്പ് ജപ്തിയുമായി ബന്ധപ്പെട്ട പിന്നെ അറ്റാച്ച്മെന്റ് ആരംഭിക്കുന്ന ഘട്ടത്തിൽ നടത്തേണ്ട നടപടികളെക്കുറിച്ചാണ് സാർ പറയുന്നത്. അതിലൊരു ചെറിയ ഭേദഗതി നേരത്തെ ഇവിടെ അവതരിപ്പിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി ബില്ലിൽ വരുത്താനുള്ള സാഹചര്യം ഉണ്ടായി. എല്ലാവരുമായി കൂടിയാലോചിച്ചാണ് സാർ അങ്ങനെ വരുത്താനുള്ള ഒരു സ്ഥിതി നമ്മുടെ സബ്ജക്റ്റ് കമ്മിറ്റി എടുക്കാൻ തീരുമാനിച്ചത്. സാർ, പ്രപ്പോർഷനേറ്റ് ആയിട്ട് മാറണമെന്ന് മദർ ബില്ലിൽ നിന്ന് വ്യത്യസ്തമായൊരു തീരുമാനം എടുക്കാനാണ് നിർദ്ദേശിച്ചത്. മദർ ബില്ലിൽ ഒരാൾക്കൊരു 10 ലക്ഷം രൂപയുടെ ബാധ്യതയാണെങ്കിൽ അയാളുടെ കയ്യിൽ ഒറ്റ സർവേ നമ്പറിൽ 1 ലക്ഷം അല്ല 1 ഏക്കർ വരുന്ന ഭൂമിയാണുള്ളതെങ്കിൽ ഭൂമിയുടെ പ്രത്യേകമായ ഏതെങ്കിലും വില നോക്കി ഏറ്റെടുക്കാൻ കഴിയില്ല. 1968 ആക്ട് പ്രകാരം 36 പറയുന്നതനുസരിച്ച് അങ്ങനെ വന്നാൽ മുഴുവൻ ഭൂമിയും അറ്റാച്ച് ചെയ്യണം, ജപ്തി ചെയ്യണം. സാർ, 36-ാം വകുപ്പിൽ സബ്ജക്റ്റ് കമ്മിറ്റി പുതിയതായി നിശ്ചയിക്കപ്പെട്ട ഭേദഗതിയോടെ നമ്മൾ നിശ്ചയിക്കുകയാണ്. 36-ാം വകുപ്പിൽ ഒരു ഭൂമി ഏറ്റെടുത്താൽ ആ ഭൂമിയുടെ വില വല്ലാതെ കൂടുതലാണ് കുടിശ്ശികയേക്കാൾ എന്ന് തോന്നുന്ന പക്ഷം കുടിശ്ശികക്കാരനയാൾക്ക് ഇത് കാണിച്ചുകൊണ്ട് കളക്ടർക്ക് പ്രത്യേകമായ അപേക്ഷ കൊടുക്കാനും ആ അപേക്ഷയിൽ ഉത്തമ വിശ്വാസത്തോടെ പരിശോധിച്ച് ജപ്തി ചെയ്ത ഭൂമിയുടെ ന്യായവിലയും എടുപ്പുകളുടെ വിലയും കൂടി കണക്കാക്കി ആ തുകയ്ക്കുള്ള വസ്തുവായി അത് മാറ്റാൻ അവസരം കൊടുക്കുന്ന വിധത്തിലുള്ളൊരു ഭേദഗതി 36-ാം വകുപ്പിൽ തീരുമാനിച്ചതോടുകൂടി ഈ കാര്യത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ ഒഴിവായി കിട്ടും. അത് 90% സാധാരണ ജപ്തി കഴിയുമ്പോൾ കുടിശ്ശിക അടയ്ക്കുന്ന സ്ഥിതിയാണ് 90% കേസുകളിലും ഉണ്ടാകുന്നത്. അതുകൊണ്ട് കൂടുതൽ ഭൂമി ജപ്തി നടത്തിയെന്ന് പരാതി ഉള്ളവർക്ക് ആവശ്യമായ ഭൂമിയിൽ ജപ്തി പരിമിതപ്പെടുത്താൻ കളക്ടർക്ക് അവകാശം നൽകുന്ന വിധത്തിൽ 36-ാം വകുപ്പിലെ ഭേദഗതി ഒരുപക്ഷെ ഈ രംഗത്തുള്ള ആളുകൾക്ക് കുടിശ്ശികക്കാരന് വലിയ സഹായം ചെയ്യുന്ന ഒരു നടപടിയാണ്. സാർ, 44-ാം വകുപ്പിലും ഒരു ഭേദഗതി ഉണ്ടാകാൻ വേണ്ടി പോവുകയാണ്. സാധാരണ നിലയിൽ ഒരു ഭൂമി ജപ്തി ചെയ്താൽ ജപ്തി ചെയ്ത ഭൂമി ലേലം കൊള്ളുന്നതിന് മുമ്പ് ആ ഭൂമിയിലെ കുടിശ്ശിക ഒഴിവാക്കുകയല്ലാതെ ആ ഭൂമി ഏതെങ്കിലും വിധത്തിലുള്ള ക്രയവിക്രയത്തിന് കൊണ്ടുവരാനുള്ള ഒരു അനുവാദവും സാധാരണ നിലയിൽ ഇല്ല സാർ. എന്നാൽ 44-ാം വകുപ്പിലെ പുതിയ ഭേദഗതിയിലൂടെ കുടിശ്ശികക്കാരന് ജപ്തി ചെയ്തിരിക്കുന്ന വസ്തു മുഴുവനായോ ഭാഗികമായോ വിൽക്കുന്നതിന് ഒരു കച്ചവടക്കാരനുമായി കരാറിലേർപ്പെട്ട് വിൽക്കുന്നയാളും വാങ്ങുന്നയാളും തമ്മിൽ യോജിച്ച് കളക്ടർക്ക് ഒരു അപേക്ഷ സമർപ്പിച്ച് അനുവാദം വാങ്ങിയാൽ ആധാരം രജിസ്ട്രേഷന് മുൻപ് വസ്തു വാങ്ങുന്നയാൾ മുഴുവൻ റിക്കവറി കുടിശ്ശികയും പലിശയും മറ്റു ചാർജുകളും ഒടുക്കി രസീത് കളക്ടറേറ്റിൽ മുമ്പിൽ ഹാജരാക്കാനും അതുവഴി അദ്ദേഹത്തിന്റെ ജപ്തി ചെയ്ത ഭൂമി തിരിച്ചെടുക്കാനും അവകാശം നൽകുന്ന വിധത്തിൽ ആ പ്രവർത്തനം ഭേദഗതിയിലൂടെ കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് സാർ. 50-ാം വകുപ്പിലെ ഭേദഗതി ബോട്ടിൽ ലാൻഡായി ഏറ്റെടുക്കപ്പെട്ടതിന് ശേഷം, ഞാനെല്ലാം വിശദീകരിക്കുകയല്ല, ബോട്ടിൽ ലാൻഡായി പിന്നെ നോട്ടിഫൈ ചെയ്തതിന് ശേഷം അങ്ങനെ വരുന്ന ഭൂമിയിൽ സാധാരണ നിലയിലുണ്ടാകുന്ന കുടിശ്ശിക ഏതെങ്കിലും ഒരു പോർഷനായി വിൽക്കാൻ അനുവാദം നൽകാൻ നേരത്തെ നമുക്ക് സാഹചര്യമില്ല. ഇപ്പോൾ നമുക്ക് ബോട്ടിൽ ലാൻഡായി മാറ്റിക്കഴിഞ്ഞാൽ ആ ബോട്ടിൽ ലാൻഡ് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് പേരിൽ കൊടുക്കേണ്ടി വന്നാൽ ആ സ്ഥാപനത്തിന് 5 വർഷക്കാലത്തേക്ക് സർക്കാർ ഒരു തീരുമാനം പറയുന്നത് വരെ ഒരാൾക്കും കൈമാറാൻ വ്യവസ്ഥയില്ല സാർ. നേരത്തെ ബോട്ടിൽ ലാൻഡായാൽ ആ സ്ഥാപനത്തിന് സർക്കാരിലേക്ക് 10 പൈസയ്ക്ക് മേടിച്ചു വെച്ചാൽ സ്ഥാപനത്തിന് പ്രത്യേകിച്ച് ഉത്തരവാദിത്വമില്ല എന്ന് മാത്രമല്ല, ആ വസ്തു ഏതെങ്കിലും വിധത്തിൽ 5 കൊല്ലത്തെ ഒരു കാലാവധി നിശ്ചയിച്ചു പണമടയ്ക്കാൻ കുടിശ്ശികക്കാരൻ അനുവാദം കൊടുക്കുന്നതല്ല. ഇപ്പോൾ 5 വർഷക്കാലത്തേക്ക് പണമടച്ച് അദ്ദേഹത്തിന് ആ ഭൂമി തിരിച്ചെടുക്കാൻ അനുവാദം നൽകുന്നു എന്ന വളരെ പ്രസക്തമായിട്ടുള്ള ഒരു പ്രശ്നം നമുക്ക് കാണാൻ വേണ്ടി കഴിയും എന്ന് മാത്രമല്ല, അങ്ങനെ ജപ്തി ചെയ്യപ്പെട്ട ഭൂമിയിൽ നമുക്ക് ബോട്ടിൽ ലാൻഡായി ഏറ്റെടുക്കുന്ന ഘട്ടത്തിൽ ബന്ധപ്പെട്ട ജില്ലാ കളക്ടർക്ക് അർഹമായിട്ടുള്ള പണം തന്നെ അദ്ദേഹത്തിന് കിട്ടുമെന്ന് ഉറപ്പുവരുത്താൻ LARR 2013 സെക്ഷൻ 26(1)(b)യും 27 ഉപയോഗിച്ചുകൊണ്ടുള്ള തുക കണക്കാക്കി ബോട്ടിൽ ലാൻഡായി മാറ്റുന്ന ഭൂമിയിൽ ആരും ലേലം ചെയ്യുമ്പോൾ ലേലമെടുക്കാതെ തുകയേക്കാൾ 1 രൂപ കൂടുതലായി വെച്ചുകൊണ്ട് സർക്കാർ ആ ഭൂമി ഏറ്റെടുക്കുകയോ
ഏതെങ്കിലും സ്ഥാപനത്തിനു വേണ്ടി ആ ഭൂമി കൈമാറുകയോ ചെയ്യുന്ന ഘട്ടത്തിൽ 5 വർഷത്തേക്ക് ഏറ്റെടുക്കുന്ന ഭൂമി LARR 2013 26(1)(b)യും 27 പ്രകാരവുമുള്ള വില നിശ്ചയിച്ച് ഏറ്റെടുക്കാൻ കഴിയുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ മാറ്റം ആ കാര്യങ്ങൾക്ക് കഴിയും. അനാവശ്യമായ പണം ഉണ്ടാകില്ല. അത് വളരെ പ്രധാനമായി നമുക്ക് കാണേണ്ടി വരുന്നതാണ്. ഒരു സ്ഥാപന വസ്തു സർക്കാരിൻ്റെയോ സെക്ഷൻ 71 പ്രകാരം നോട്ടിഫൈ ചെയ്ത സ്ഥാപനത്തിൻ്റെയോ പേരിൽ ലേലം ഏറ്റെടുത്താൽ ജില്ലാ കളക്ടർ പ്രസ്തുത വസ്തുവിൻ്റെ മൂല്യം LARR ആക്ടിലെ നിബന്ധനകൾക്ക് വിധേയമായി നിശ്ചയിച്ച് പ്രസ്തുത തുക കുടിശ്ശികയിൽ നിന്ന് കുറവ് വരുത്തേണ്ടതാണ് എന്ന് കൃത്യതയോടുകൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ തുക നേരത്തെയുള്ള ഡെപ്റ്റാണ് അല്ലെങ്കിൽ കുടിശ്ശിക സംഖ്യയാണ്. കുറവെങ്കിൽ ബാക്കിയുള്ള സംഖ്യ അയാൾക്ക് തിരിച്ചു കൊടുക്കാനും, ആ സംഖ്യ കൂടുതലാണെങ്കിൽ അത് കഴിച്ചുള്ള സംഖ്യ മാത്രം കുടിശ്ശികയായി ഉൾപ്പെടുത്താനും കഴിയുന്ന വിധത്തിലുള്ള നടപടിക്രമങ്ങൾ വളരെ കൃത്യതയോടെ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 50A ഒരു പുതിയ സെക്ഷനാണ് സാർ. സെയിൽ കൺഫർമേഷൻ നടത്തിയ തീയതി മുതൽ 5 വർഷത്തിനുള്ളിൽ കുടിശ്ശികക്കാരന് മുഴുവൻ കുടിശ്ശികയും പ്രോസസ്സിംഗ് ചാർജും പലിശയും ചേർന്ന തുക ജില്ലാ കളക്ടറുടെ അനുമതിയോടെ ഒടുക്കി ബോട്ടിൽ ലാൻഡായി ഏറ്റെടുത്ത വസ്തു തിരികെ ലഭിക്കുന്നതിന് അപേക്ഷ കൊടുക്കാൻ കഴിയുന്ന വിധത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു നടപടിയും അതിൻ്റെ ഭാഗമായി എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യവും ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. സാർ, ഇവിടെ വന്ന പരാതികളിൽ അഥവാ ഭേദഗതികളിൽ ഒരു വലിയ ശതമാനം 71-ാം വകുപ്പ് പ്രകാരം സർക്കാർ നോട്ടിഫൈ ചെയ്ത സ്ഥാപനങ്ങളുടെ പേരിൽ ഭൂമി ബോട്ടിൽ ലാൻഡായി, ഞാൻ 10 മിനിറ്റ് അവസാനിപ്പിക്കാം സാർ, ബോട്ടിൽ ലാൻഡായി വാങ്ങാവുന്നതാണെന്ന് 50-ാം വകുപ്പിൽ കൊണ്ടുവന്ന ഭേദഗതി ഒഴിവാക്കണം എന്നാണ്. സാർ, നിയമത്തിലെ വ്യവസ്ഥയില്ലെങ്കിൽ കൂടി സ്ഥാപനങ്ങൾക്ക് ലഭിക്കാനുള്ള കുടിശ്ശികയ്ക്ക് നിലവിലും സ്ഥാപനങ്ങളുടെ പേരിൽ തന്നെയാണ് ബോട്ടിൽ ലാൻഡായി വാങ്ങുന്നത്. കേരള ഹൈക്കോടതിയുടെ ഒരു വിധിയാണ് സാർ ഇതിന് കാരണമായിട്ടുള്ളത്. സ്ഥാപനങ്ങളുടെ പേരിലുള്ള കുടിശ്ശിക തുക ഈടാക്കുന്നതിനായി സർക്കാരിൻ്റെ പേരിലാണ് നേരത്തെ ബോട്ടിൽ ലാൻഡായി ഭൂമി വാങ്ങിയത് എങ്കിലും കോടതി വിധിയെ തുടർന്ന് ഇപ്പോഴും സ്ഥാപനങ്ങളുടെ പേരിൽ തന്നെ മേടിക്കേണ്ടി വരികയാണ്. ഇതുമൂലം ഭൂമി സർക്കാരിൻ്റെ പേരിലാവുമെങ്കിലും സ്ഥാപനത്തിന് കിട്ടാനുള്ള കുടിശ്ശിക ലഭിക്കില്ല. ഇക്കാരണങ്ങൾ പരിഗണിച്ച ഹൈക്കോടതി സ്ഥാപനങ്ങളുടെ പേരിലുള്ള കുടിശ്ശിക ഈടാക്കുമ്പോൾ ഭൂമി വാങ്ങേണ്ടത് സ്ഥാപനങ്ങളുടെ പേരിൽ തന്നെയായിരിക്കണമെന്ന് നിരവധി കേസുകളിൽ നിർദ്ദേശിക്കുകയും ചെയ്തു. സർ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സുബൈദ വിവി വേഴ്സസ് ജില്ലാ കളക്ടർ എന്ന കേസിലെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിരിക്കുന്ന വിധി പ്രസ്താവമാണ് സാർ. അതിൽ ഹൈക്കോടതി ആ സുബൈദ വിവി വേഴ്സസ് ജില്ലാ കളക്ടർ എന്ന കേസിൽ നമുക്ക് ഭൂമി സ്ഥാപനത്തിൻ്റെ പേരിൽ മാത്രമേ വാങ്ങാൻ പാടുള്ളൂ ആയിരുന്നുവെങ്കിലും അതിനാൽ ഭൂമി സർക്കാരിൻ്റെ പേരിൽ വാങ്ങിയ നടപടി റദ്ദാക്കപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ സർക്കാർ അപ്പീലിന് പോവുകയുണ്ടായി സാർ. അപ്പീലിലും കോടതി വിധിച്ചു, ഇഫ് ദാറ്റ് ബി സോ ഇൻ സെക്ഷൻ 52 the words on behalf of the government should be read on behalf of the institution concerned. Therefore, if there was no bidders, the revenue recovery officer could have purchased the property on behalf of the second respondent bank only. ഈ വിധിയെ തുടർന്ന് നമ്മുടെ സമീപകാലത്ത് 2028-2024 ജി കൃഷ്ണൻകുട്ടി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ഒരു പൊതുതാൽപര്യ ഹർജി വന്ന ഘട്ടത്തിൽ അതിൻ്റെ വിധിയും ഏതാണ്ട് ഇതിന് തുല്യമായ അഭിപ്രായ പ്രകടനമായിരുന്നു. ആ അഭിപ്രായ പ്രകടനം നടന്നപ്പോൾ അപ്പീൽ സമർപ്പിക്കാൻ വേണ്ടി ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നമ്മൾ ഈ ഭേദഗതി ചർച്ച ചെയ്യുന്ന സമയത്ത് തന്നെ അഡ്വക്കേറ്റ് ജനറലിനോട് നിയമോപദേശം ചോദിച്ചെങ്കിലും ആ നിയമോപദേശം ലഭ്യമായത് ഇതിന് അപ്പീൽ സാധ്യത ഇല്ല എന്ന് കണ്ടിട്ടാണ്. സാർ, ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരം ഒരു ഭേദഗതി ഇവിടെ ഉൾപ്പെടുത്താനുള്ള സ്ഥിതിയിലേക്ക് നമ്മൾ പോകാനുള്ള കാര്യം. സാർ, ഇവിടെ സമർപ്പിക്കപ്പെട്ട എല്ലാ ഭേദഗതികളും കേരളത്തിലെ ഗവൺമെൻറ് ഇതുമായി ബന്ധപ്പെട്ട് കുടിശ്ശികക്കാരനോടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ജീവിത സ്ഥിതികളോടുള്ള അടുത്തുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിൻ്റെ ബലമായി ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഭേദഗതികളാണ് എന്നുള്ളത് കൊണ്ട് ഈ ഭേദഗതികൾ അംഗീകരിക്കുന്നത് വഴി ഒരുപക്ഷെ ചരിത്രപ്രസിദ്ധമായ ഒരു മാറ്റത്തിന് വഴിവെക്കാൻ നമുക്കാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാർ, ഇവിടെ ചർച്ചയുമായി ബന്ധപ്പെട്ട് വിമർശനം ഉന്നയിച്ചവരുൾപ്പെടെ യഥാർത്ഥത്തിൽ ഈ ഭേദഗതിയോടെ ഏതെങ്കിലും വിധത്തിലുള്ള വിമർശനം ഉന്നയിക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല സാർ, 12% നിന്ന് 9% പലിശ കുറയ്ക്കുന്നു. അറ്റാച്ച്മെന്റ് ചെയ്യപ്പെടുന്ന ഒരു വസ്തു ഫെയർ വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ അറ്റാച്ച്മെന്റ് ചെയ്യപ്പെട്ട വസ്തു കൂടുതലാണ് എന്ന് കുടിശ്ശികക്കാരന് തോന്നുന്ന പക്ഷം ഒരപേക്ഷ കൊടുത്താൽ ആ ഫെയർ വാല്യൂവിൻ്റെയും അതിൻ്റെ
മറ്റു ചമയങ്ങളുടെയും അടിസ്ഥാനത്തിൽ വിലയ്ക്ക് തുല്യമായ വസ്തു മാത്രമേ അറ്റാച്ച് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നു. അറ്റാച്ച് ചെയ്യപ്പെട്ട വസ്തു ബോട്ടിൽ ലാൻഡിലേക്ക് മാറുമ്പോൾ ബോട്ടിൽ ലാൻഡായി ഏറ്റെടുക്കുന്ന വസ്തുവിന് LARR 2013 ഏതാണ്ട് 26 1B-യും 27 പ്രകാരം ന്യായമായ വില കിട്ടുന്ന വസ്തു മാത്രമേ ഉള്ളൂ എന്ന് ഉറപ്പുവരുത്തുന്നു. അറ്റാച്ച്മെന്റിനും ബോട്ടിൽ ലാൻഡിനും ഇടയിൽ ഏതെങ്കിലും വിധത്തിൽ മറ്റൊരാളുമായി ഈ വസ്തു ആകെയോ ഭാഗികമായോ വിൽക്കാൻ കഴിയുമെങ്കിൽ അത് വിൽക്കാൻ കളക്ടറുടെ പ്രത്യേക അധികാരത്തിന്റെ പുറത്ത് അവകാശം കൊടുക്കുന്നു. ബോട്ടിൽ ലാൻഡായി ഏറ്റെടുക്കപ്പെടുന്ന വസ്തു 5 വർഷം വരെ കാത്തിരിക്കുന്നു. 5 വർഷത്തിനുള്ളിൽ ആ പണം അടയ്ക്കാൻ കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചു കൊടുക്കുന്നു. ബോട്ടിൽ ലാൻഡ് ഏറ്റെടുത്ത വസ്തുവിന്റെ കുടിശ്ശികക്കാരനായ മനുഷ്യൻ മരിച്ചുപോയാൽ അവരുടെ ലീഗൽ ഹയർഷിന് അതിലിടപെടാൻ വേണ്ടിയുള്ള അവസരം കൊടുക്കുന്നു. ഇങ്ങനെ വളരെ പ്രസക്തമായി നമ്മുടെ നിയമനിർമ്മാണ സഭയിൽ അഭിമാനകരമായിട്ടുള്ള ഒരു അധ്യായമായി ഇതിനെ മാറ്റാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. രണ്ട് കാര്യം കൂടി പറഞ്ഞ് ഇവിടെ അവസാനിപ്പിക്കാം. ഒരുപക്ഷെ ഏതെങ്കിലും വിധത്തിൽ ഈ ഭേദഗതി ബില്ലിനെ ഒരു വിധത്തിലും എതിർക്കാൻ പറ്റാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ആ ബില്ലിൽ മാറ്റപ്പെടേണ്ടതായിട്ടുള്ള ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തിയത് കൊണ്ടോ ഞങ്ങളെല്ലാവരും കൂട്ടമായി ആ കാര്യം ചർച്ച ചെയ്തതുകൊണ്ടോ മറ്റു വിഷയങ്ങളാണ് വിയോജനക്കുറിപ്പ് അവതരിപ്പിച്ച അംഗങ്ങൾ എല്ലാം ഇവിടെ സൂചിപ്പിക്കാൻ ഇടവന്നത്. സാർ, ഞാനതിനോടൊന്നും മറുപടി പറയുന്നില്ല. ഒരു കാര്യം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഞാൻ പറയാം സാർ. ചരിത്രത്തിൽ ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ കറപ്ഷനുള്ള ഒരു സംസ്ഥാനമായി കേരളം മാറിയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഉദ്യോഗസ്ഥന്മാർക്കിടയിൽ ചിലപ്പോൾ അത്തരം അഴിമതികളുമായി ബന്ധപ്പെട്ട സംഭവങ്ങളുണ്ടാകും. പക്ഷേ അത്തരം അഴിമതികളുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെ ഒരു കാരണവശാലും വെച്ചുപൊറുപ്പിക്കാനോ ഏതെങ്കിലും ബന്ധങ്ങളുടെ പുറത്ത് അഴിമതി നടത്തിയെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു ഉദ്യോഗസ്ഥനെയും സഹായിക്കാനോ സംരക്ഷിക്കാനോ ഒരു നടപടിയും ഈ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകില്ല എന്ന് മാത്രമല്ല, ശക്തമായ നടപടി ഇതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് എടുക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇവിടെ പ്രിയപ്പെട്ട സുഹൃത്ത് സനീഷ് സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചതുപോലെ, ബഹുമാനപ്പെട്ട MLA സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചതുപോലെ, കൊട്ടാരക്കരയിലെ തഹസിൽദാരുമായി ബന്ധപ്പെട്ട് കേട്ടാൽ പ്രയാസം തോന്നുന്ന വിധത്തിലുള്ള അഴിമതി ആരോപണങ്ങളുണ്ടായി. സാർ, രഹസ്യമായി വന്ന കത്തുകളും പരസ്യമായി വന്ന കത്തുകളും ഉണ്ടായി. അദ്ദേഹം ഈ സഭയിൽ ചോദിച്ചു, ആരാണ് അവരെ സംരക്ഷിക്കാൻ നിൽക്കുന്നത്? പക്ഷേ അദ്ദേഹം ചോദിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ച ചോദ്യം, ആരാണ് അങ്ങനെ കുറ്റക്കാരനായ ഒരു ഉദ്യോഗസ്ഥനെ പിടിച്ചത് എന്ന ചോദ്യമാണെങ്കിൽ ആ ചോദ്യത്തിന് ഉത്തരം അഭിമാനത്തോടെ പറയുന്നു. പ്രത്യേകിച്ചൊന്നുമില്ലാതെ ആ ഉദ്യോഗസ്ഥനെ പോയി പിടിക്കാൻ തീരുമാനിച്ചത് മന്ത്രി ഉത്തരവിട്ടതിനെ തുടർന്ന് റവന്യൂ വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാരാണ്. ആ അന്വേഷണം തുടർച്ചയായി കൈക്കൂലിക്കെതിരായിട്ടുള്ള നടപടികൾ മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും ഉണ്ടാകേണ്ട കാര്യമില്ല. സാർ, ഞാൻ ഓരോന്നോരോന്നായി പറയുന്നില്ല. ലക്ഷങ്ങൾക്ക് വല്ല വിലയുണ്ടോ എന്ന് ചോദിച്ചു. സാർ, ലക്ഷങ്ങൾക്ക് വിലയുണ്ട്. അതുകൊണ്ടാണ് 8 വർഷക്കാലത്തിനിടയിൽ കേരളത്തിലെ ഗവൺമെന്റ് ചരിത്രത്തിൽ ആദ്യമായി 3.25 ലക്ഷം പട്ടയങ്ങൾ ഈ കേരളത്തിലെ പാവപ്പെട്ടവന് വിതരണം ചെയ്തത്. ലക്ഷങ്ങളോടും മനുഷ്യരോടും ഒരു വിലയുള്ളത് കൊണ്ടാണ്. സാർ, പട്ടയ മിഷൻ കേരളത്തിൽ ആരംഭിച്ചു. ചെറിയ കാര്യമല്ല. ഞാൻ എല്ലാ MLA-മാരോടും വളരെ സ്നേഹപൂർവ്വം പറയുന്നു, അവർ നിർദ്ദേശിച്ച എല്ലാ പ്രവർത്തനങ്ങളും അതിനകത്ത് ഉൾപ്പെടുത്തി. സാർ, LT-യുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഉന്നയിച്ചത് എന്ന് പറയുമ്പോൾ ഇവിടെ ഉന്നയിച്ചതുകൊണ്ടാണ് ഞാനിത് പറയാൻ കാരണം, LT-യുമായി ബന്ധപ്പെട്ടത് മാത്രമല്ല, ദീർഘകാലമായി ലാൻഡ് അസൈൻമെന്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഒരു പരിഹാരം കാണാൻ ഇവിടെ പറഞ്ഞല്ലോ, മറ്റു വകുപ്പുകളുമായി ബന്ധപ്പെട്ട പട്ടയങ്ങൾ ആ സ്ഥാപനത്തിന്റെ NOC ഉണ്ടെങ്കിൽ പോലും കൊടുക്കാനാകുന്നില്ല. നിയമപരമായ പ്രശ്നമുള്ളത് കൊണ്ടാണ് സാർ. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഞാനും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും ആ വകുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ചേർന്നിരുന്നിരുന്നു. സാർ, എത്രയോ വർഷങ്ങളായിട്ടുള്ള പട്ടയ പ്രശ്നമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുള്ളത്. സാർ, അതിൽ തീരുമാനിച്ചു, അതത് സ്ഥാപനങ്ങൾ മേടിച്ച തനത് ഭൂമി, അത് പല പേരുകളിൽ അറിയപ്പെടാം. അതിൽ കോളനികൾ, നഗറുകൾ എന്നിപ്പോൾ അറിയപ്പെടുന്ന കോളനികളുണ്ട്, ലക്ഷം വീട് കോളനികളുണ്ട്, 4 സെന്റ് നഗർ എന്ന പേരിൽ നമ്മൾ വിളിക്കാൻ പോകുന്ന പഴയ കോളനികൾ എന്ന പേരിട്ട സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങൾക്കെല്ലാം ഇവിടെ ഡീവെസ്റ്റ് ചെയ്യാൻ അനുവാദമില്ല എന്ന പ്രശ്നത്തെ, റിലിംഗ്വിഷ് ചെയ്യാൻ അനുവാദമില്ല എന്ന പ്രശ്നത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ റിലിംഗ്വിഷ് ചെയ്യാൻ ഒരു പ്രത്യേക ഉദ്യോഗസ്ഥനെ അധികാരപ്പെടുത്തുന്ന വിധത്തിൽ ആ നടപടികളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. സാർ, എത്രയോ കാലമായി മേച്ചിൽപ്പുറം, എത്രയോ കാലമായി കളിസ്ഥലം, എത്രയോ കാലമായി നമ്മുടെ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ വിവിധങ്ങളായ പേരുകളിൽ അറിയപ്പെടുന്ന സംരക്ഷിത ഭൂമി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ള സംരക്ഷിത ഭൂമി, അത് കൈമാറാൻ ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ഡയറക്ടറേറ്റിൽ വരേണ്ടതില്ല. സാർ, അത് കൈമാറാൻ വേണ്ടി ജില്ലാ കളക്ടർക്ക് ആ പവർ ഡെലിഗേറ്റ് ചെയ്യാനുള്ള ഒരു നടപടി തദ്ദേശ സ്വയംഭരണ വകുപ്പ് എടുക്കാം എന്ന് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട യോഗത്തിൽ തീരുമാനിക്കുകയുണ്ടായി. സാർ,
റോഡ് പുറമ്പോക്കുകൾ എന്നറിയപ്പെടുന്ന പ്രധാന പാതകളോ സംസ്ഥാന പാതകളോ ദേശീയപാതകളോ അല്ലാത്ത പഞ്ചായത്ത് തലങ്ങളിലെ പുറമ്പോക്ക് എന്നറിയപ്പെടുന്ന റോഡുകളുടെ കാര്യത്തിൽ വളരെ അനുകൂലമായൊരു തീരുമാനമെടുക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കൂടി പങ്കെടുത്ത ആ യോഗം തീരുമാനിച്ചു സാർ. ആ വിധത്തിൽ ആ നടപടികളുമായി മുന്നോട്ട് പോകാൻ സർക്കാർ ലക്ഷ്യം വയ്ക്കുകയാണ്. ആവശ്യമായ വിധത്തിൽ പട്ടയ പ്രശ്നത്തിൽ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള മുന്നോട്ട് പോക്കുണ്ടാകും. ഇത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അടക്കം ഉന്നയിച്ച എല്ലാ കാര്യങ്ങളിലും തീർച്ചയായും ഒരു വ്യക്തത ഉണ്ടാക്കുന്ന വിധത്തിലുള്ള നിർദ്ദേശങ്ങളും നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഈ ഭേദഗതി ബില്ല് അംഗീകരിക്കണം എന്ന് ബഹുമാനപ്പെട്ട നിയമസഭാംഗങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിന് മറുപടി പറയുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ച് തടസ്സവാദങ്ങൾ നിലനിൽക്കുന്നതല്ല എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. കേരള നികുതി വസൂലാക്കൽ ഭേദഗതി ബിൽ പാസ്സാക്കണമെന്ന പ്രമേയത്തെ പ്രതികൂലിക്കുന്നവർ ഉപക്ഷേപം സഭ അംഗീകരിച്ചിരിക്കുന്നു. ബിൽ പാസ്സായിരിക്കുന്നു.